നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൺ ഹൺഡ്രഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ ഡബ്ലിൻ സിറ്റിയെ പറ്റിയുള്ളതാണ്. ചാനലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എടുത്തു വച്ചിരുന്ന കുറച്ച് വീഡിയോസാണ്. അന്ന് അപ്ലോഡ് ചെയ്യാനൊരു ചമ്മലായിരുന്നു. പക്ഷേ ഇന്നത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇട്ടതാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിപ്പം ഏകദേശം 1200ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇനിയും മുമ്പോട്ട് നമ്മുടെ ചാനലിനുള്ള നല്ല നല്ല വീഡിയോസിനുള്ള പ്രചോദനമാകുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിറ്റിയുടെ ഹൃദയഭാഗത്തു കൂടി, അതായത് ഡബ്ലിൻ സിറ്റിയുടെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന ലിഫി വാലി എന്ന നദിയുടെ കരയിലുള്ള കാഴ്ചകളാണ്. ലിഫി വാലി റിവർ ഡബ്ലിൻ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഡബ്ലിൻ പോർട്ടിൻ്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഡബ്ലിൻ പോർട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇരുവശത്തുമായിട്ട് അതിമനോഹരമായ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ നല്ല നല്ല പാർക്കുകളും പിന്നെ ബോട്ടിംഗ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു റഷ് ഏരിയ തന്നെയാണിത്. അയർലൻഡിലെ ഒരു ഫേമസ് ബ്രാൻഡാണ് ഗിന്നസ് കേട്ടോ. അപ്പോൾ ആ ഗിന്നസിൻ്റെ ഗോഡൗണിലേക്കുള്ള ടാങ്കറാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കഥ കേൾക്കാം. അതായത് നമ്മളിനി കടന്നു ചെല്ലാൻ പോകുന്നത് ഒരു സ്കൾപ്ചറിൻ്റെ മുമ്പിലേക്കാണ്. ഒരു കൂട്ടം പ്രതിമകൾ. ആദ്യം നമുക്ക് കാഴ്ചയിൽ തന്നെ എന്തോ വൈകല്യം വന്ന പോലുള്ള പ്രതിമകളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മരക്കൂട്ടങ്ങൾ, അതായത് ഈ നമ്മളുടെ മുമ്പിലായിട്ട് ഇപ്പോൾ കാണുന്ന ഈ ചെറിയ പാർക്കിലൂടെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ആളുകളല്ല. 1845-50 കാലഘട്ടത്തിൽ അയർലൻഡിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു പൊട്ടറ്റോ ഫാമൈൻ അഥവാ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ അനുഭവിച്ച് അവശതയായി, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രതിമകളാണിത്. അപ്പം നമുക്ക് ഈ പ്രതിമകൾ കാണുമ്പോൾ തന്നെ അറിയാം, എന്താ പറയുക, ശരീരം തീരെ ശോഷിച്ച് അല്ലെങ്കിൽ അവശരായി നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ പോലെയാണ് ഈ പ്രതിമകൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. സിറ്റിയുടെ പല ഭാഗത്തായിട്ട് അടുക്കി വച്ചിരിക്കുന്ന ഈ സൈക്കിളുകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പൊതുവേ മഴ ആയതുകൊണ്ടാവാം ഒന്നും ഓട്ടം പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ആനന്ദമാണ്. അത് അവന്മാർ ഭയങ്കര കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഷൂ കൊണ്ട് ഉരച്ചുരച്ച് നന്നായിട്ട് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലത്തെ കയറി നിന്നപ്പോഴാണ് ദൂരെയായിട്ട് നമ്മളിത് ആ കാഴ്ച കണ്ടത്. അവിടെ ഒരു പായ്ക്കപ്പൽ കിടപ്പുണ്ടേ. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. സിനിമകളിലും, അതായത് പ്രത്യേകിച്ച് കുഞ്ഞാലി മരക്കാർ പോലുള്ള സിനിമകളിലും പിന്നെ കായംകുളം കൊച്ചുണ്ണി പോലുള്ള സീരിയൽസിലൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള പായ്ക്കപ്പലൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് നേരിട്ട് കാണാനായിട്ട് ഇതാദ്യമായിട്ടാണ് ഒരവസരം കിട്ടിയത്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുറകിലായിട്ട് കിടക്കുന്ന ഈ കക്ഷിയുടെ പേരാണ് ജീനി ജോൺസ്റ്റൺ. ഒരു കാലഘട്ടത്തിൽ, അതായത് ഫെമൈൻ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തെ പറയുന്നത്. 1841 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തെയാണ് ഫെമൈൻ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പലായനം ചെയ്ത ഒരു കപ്പലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി നിസ്സാരക്കാരിയല്ല കേട്ടോ. നമ്മൾ അകലെ നിന്ന് കണ്ടപ്പോൾ ഇത്രയും ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അടുത്ത് വന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറേയേറെ ലേ ഔട്ടുകളൊക്കെ വായിച്ചും നമ്മൾ ഹിസ്റ്ററി അതേപടിക്ക് നോക്കിയൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കുറേയേറെ കയാക്കിംഗ് ബോട്ടുകളും ഇവിടെ നമുക്ക് പുറകിലായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ ഗിന്നസ് പോലുള്ള ബിയറിലും അതുപോലെ തന്നെ അയർലൻഡിൻ്റെ മിക്ക സിമ്പിൾസിലും കാണപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മുടെ പുറകിലുള്ളത്. പക്ഷേ നമുക്ക് ഇന്ന് കാലാവസ്ഥ അത്ര കണ്ട് പ്രതികൂലമായതിനാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നീട് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ ഈ പാലത്തെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.